ഓക്കെ, 2 പേര്, ഒരു ഗേൾ ആൻഡ് ബോയ്. ഒരു ഗേൾ ആൻഡ് ബോയ്. ഒരാൾക്ക് വരാം. ആരാണ്? ഒരു ഗേൾ. ഫസ്റ്റ് ഒരു ഗേൾ വരട്ടെ. ഒരു ഗേൾ. അമലാണോ? ഓക്കെ ഓക്കെ, അമല എടുത്തു. യെസ്, ഓക്കെ. അമലേട്ടൻ ഇങ്ങോട്ടേക്ക് സ്റ്റേജിലേക്ക് വരാം. ഇവിടെ നിൽക്കാം. ഇനി നമുക്കൊരു ഗേളിനെ കൂടി സ്റ്റേജിലേക്ക് വിളിക്കാം. യൂത്തിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഗേളിനെല്ലാവരും സൈലൻ്റ് ആണല്ലോ. ഒരാള് യെസ് യെസ്, ഒരു കയറി കൊടുക്കാം. ഓക്കെ, പേര് അമൽ. ഓക്കെ, എന്താണ് ചെയ്യുന്നത്? ജോലി ചെയ്യാണ്. ഇപ്പുറത്തേക്കാം. പേരെന്താണ്? മിനു. മിനു. മിനു എന്താ ചെയ്യുന്നത്? MSc കഴിഞ്ഞു. MSc കഴിഞ്ഞു. ഓക്കെ. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പരിചയമുണ്ടോ? ഒരു പരിചയമില്ല. ഒരു പരിചയമില്ല. ഇതിനു മുമ്പ് എന്നെ കണ്ടിട്ടുണ്ടോ? നോ. കണ്ടിട്ടുണ്ട്. എവിടെ? ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടുണ്ട്. ഓക്കെ, അല്ലാണ്ട് നമ്മൾ നേരിട്ട് ഒരു പരിചയമില്ല. ഇൻസ്റ്റാഗ്രാമിൽ ഒന്നും ചാറ്റ് ചെയ്തില്ല, ഒന്നും സംസാരിച്ചില്ല. ഓക്കെ ഓക്കെ. ഫസ്റ്റ് ഓഫ് ഓൾ മിനു. ഓക്കെ, മിനു കുറച്ച് ഇവിടെ നിൽക്കാം. ഓക്കെ, ഇവിടെ നിൽക്കാം. ചേട്ടൻ കുറച്ചൊന്ന് അവിടെ നിൽക്കാം, കുറച്ചുകൂടെ. ഓക്കെ, ടെൻഷൻ വേണ്ട. വളരെ കൂളായിട്ട് നിൽക്കാം. ഇനി ചെയ്യേണ്ടത് വെച്ചാൽ ബോഡിയിൽ ടച്ച് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഓർത്ത് വെക്കുക. ഓക്കെ, അത് എത്ര തവണ ടച്ച് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ എവിടെയാണ് ടച്ച് ചെയ്തത്, ഇതെല്ലാം ജസ്റ്റ് ഓർത്ത് വെക്കുക. ടച്ച് ചെയ്ത് ഫീൽ ചെയ്യുന്ന സമയത്ത് കണ്ണ് തുറന്ന് നോക്കാനൊന്നും പേടിക്കാനൊന്നും പാടില്ല, ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. വളരെ കൂളായിട്ട് നിൽക്കുക. ടച്ച് ഒന്ന് ഫീൽ ചെയ്ത് നോക്കുക, എത്ര തവണ എവിടെയാണ് എന്നൊക്കെ. കണ്ണ് അടക്കാൻ വേണ്ടി പറയുന്ന സമയത്ത് അടക്കുക, തുറക്കാൻ വേണ്ടി പറയുന്ന സമയത്ത് മാത്രം തുറക്കുക. വേറെ ഒന്നും നമ്മൾ ചിന്തിക്കേണ്ട ഒറ്റ കാര്യം, എത്രത്തോളം ടച്ച് ഫീൽ ചെയ്യുന്നുണ്ട്, എവിടെയാണ് ടച്ച് ഫീൽ ചെയ്യുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ, പേടിക്കേണ്ട ആവശ്യമില്ല. കുറച്ച് സ്റ്റഡി നിന്നു. ഓക്കെ ഓക്കെ, കുറച്ചിങ്ങനെ നിന്നു. ഓക്കെ, ഒരു പേടിയും വേണ്ട. ക്ലോസ് റൈസ്. ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ റൈറ്റ് ഹാൻഡ് ഒന്ന് റൈസ് ചെയ്യോ. താഴ്ത്താം. എത്ര തവണ ടച്ച് ചെയ്തു അതൊന്ന് കൈകൊണ്ട് കാണിക്കാമോ? എവിടെയാണ് ടച്ച് ഫീൽ ചെയ്താണ് തൊട്ട് കാണിക്കാമോ? പ്ലീസ് ഓപ്പൺ. ഓക്കെ, എന്താ സംഭവിച്ചെന്നൊക്കെ മനസ്സിലായോ? പക്ഷെ എല്ലാവരും കൈയടിച്ചല്ലേ? അപ്പോൾ ഞാൻ തന്നെ പറയുന്നില്ല എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഇവർ തന്നെ പറയട്ടെ. ഞാൻ ആരെയാണ് ടച്ച് ചെയ്തത്? അമലിനെ. ഇവിടെ ടച്ച് ചെയ്തു, അവിടെ ഫീൽ ചെയ്തു. Okay, thank you so much. Thank you. അമലേട്ടാ ജസ്റ്റ് ഇവിടെ വെക്കാം. എനിക്ക് 5 ഗിന്നസ് വേൾഡ് റെക്കോർഡ് ലഭിച്ചിട്ടുണ്ട്. നമ്മൾ അനൗൺസ്മെൻറ്റിൽ 3 എന്നായിരിക്കും കേട്ടിട്ടുണ്ടാവുക. ശ്രദ്ധിച്ചോന്നറിയില്ല. അത് അനൗൺസ്മെൻറ്റ് ഇടയ്ക്കിടയ്ക്ക് മാറ്റണോ എന്നിപ്പോൾ ഞാൻ ആലോചിക്കുകയാണ്. കാരണം അത് 3 സമയത്താണ് ഞാൻ 5 അറ്റംപ്റ്റ് നടത്തിയത്. അതിൽ നിങ്ങൾ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവോ കണ്ടിട്ടുണ്ടാവോ എന്നറിയില്ല. നമ്മളെ കണ്ണിൽ വെക്കുന്ന ഗ്ലാസ് ഫ്ലിപ്പ് ചെയ്യുന്ന ഒരു ആക്റ്റാണ്.
1 മിനിറ്റിൽ 21 തവണ അത് ക്ലാസ് ഫ്ലിപ്പ് ചെയ്തുകൊണ്ടാണ് ടച്ച് ചെയ്യാണ്ട് മൈൻഡ് കൺട്രോൾ ഇലൂഷൻ എന്ന് പറഞ്ഞ പേര് മാത്രമാണ് അത് ഉപയോഗിച്ചുകൊണ്ട് അറ്റംപ്റ്റ് നടത്തിയാണ്. അതാണ് ഗിന്നസ് കിട്ടിയത്. അതിനുശേഷം വേറൊരു ആക്റ്റും കൂടി ചെയ്തിട്ടാണ് അങ്ങനെ 5 ഗിന്നസ് ആയത്. പക്ഷേ ഈ 2026 1-ാം തീയതി വീണ്ടും 2 അറ്റംപ്റ്റ് നടത്തി. അതുകൊണ്ടാണ് ഞാൻ അനൗൺസ്മെൻറ്റ് മാറ്റണമെന്ന് ചിലപ്പോൾ അത് 7 ആകാം, ദൈവം സഹായിച്ചാൽ മാത്രം. കാരണം എൻ്റെ മിടുക്കല്ല. കാരണം ഗിന്നസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ചലഞ്ചാണ്. അപ്പം ഞാൻ ഒരു ആക്ട് ഇവിടെ ഒന്ന് കാണിച്ചു തരാം, എന്താണ് ഈ ഗ്ലാസ് ഫ്ലിപ്പ് ചെയ്യുന്നുള്ളത്. പലരും ചോദിക്കാറുണ്ട് ലൈവായിട്ട് ഇത് ചെയ്യാൻ പറ്റുമോ. ഇൻസ്റ്റാഗ്രാം ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കമൻറ്റ് കാണാം. എനിക്ക് വേണം ഒരു കണ്ണിൽ വെക്കുന്ന ഒരു ക്ലാസ് ഉണ്ടോ, സൺ ഗ്ലാസ്സോ അങ്ങനത്തെ കുറച്ചും കൂടി ഒരു ക്ലാസ് ഉണ്ടെങ്കിൽ ഒന്ന് തരുമോ ആരുടെയെങ്കിലും കയ്യിൽ? അത് മതി. ഓക്കെ. ഓക്കെ, ഫസ്റ്റ് ഞാൻ ഈ റിങ് ഞാനൊന്ന് അഴിച്ചിട്ട് വളരെ സേഫായിട്ട് തരികയാണ്. ഓക്കെ, അത് പോക്കറ്റിൽ കേട്ടോ, ഇവിടെ ഉണ്ട്. ഓക്കെ, ജസ്റ്റ് ഇങ്ങോട്ട് നിൽക്കോ. ചെയ്യണമെന്ന് വെച്ചാൽ ഇത് എൻ്റെ ക്ലാസ് ആണെങ്കിൽ പറയും അത് നിങ്ങളെന്തോ സംഭവമാണ്. അത് ഇവിടെ തന്നെ ചേട്ടൻ്റെ പേരെന്താണ്? റോയ് ഏട്ടൻ്റെ കളിയിൽ വെക്കുന്ന ക്ലാസ്സാണ്. ചേട്ടൻ 2 കൈ ഒന്ന് നിവർത്തി പിടിക്കാം, ചേർത്ത് പിടിച്ചോളൂ. ഓക്കെ, അതിനുശേഷം ഞാനിത് വെക്കുകയാണ്. കണ്ടോ? അതായത് ജസ്റ്റ് ഈ ഗ്ലാസ് എടുക്കുന്നു, വെക്കുന്നു, നോ ടച്ച്, 1 2 and 3. ഇതാണ് 1 മിനിറ്റിൽ 21 തവണ കൈകൊണ്ട് ടച്ച് ചെയ്യാണ്ട് അവതരിപ്പിച്ചത്. ഇതൊരു മെൻ്റലിസം അല്ലെങ്കിൽ മൈൻഡ് കൺട്രോൾ ഇലൂഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് യാതൊരു മൈൻഡ് കൺട്രോൾ ചെയ്യാനുള്ള കഴിവില്ല. കാരണം അതിനല്ല റെക്കോർഡ്. 21 തവണ ഇത് ഫ്ലിപ്പ് ചെയ്തുകൊണ്ടാണ്. ഞാൻ ജസ്റ്റ് ഇത് കാണിച്ചെന്ന് വെച്ചാൽ പലർക്കും ഇതും ഒരു തെറ്റിദ്ധാരണയുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇത് അവർക്ക് ഞാൻ തിരിച്ചു കൊടുക്കാം. താങ്ക് യു സോ മച്ച്. കല്യാണ മോതിരാണ്, അതുകൊണ്ട് മാഗ്നറ്റ് അല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ.